everyone, welcome back to my channel Shanexel of Games. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ സ്കിൽ മാട്രിക്സിൻ്റെ റാപ്പിഡ് റംബിൾ എന്ന ഗെയിമാണ്. കാറ്റഗറീസുമായിട്ട് ഏകദേശം സിമിലർ ആണ് ഗെയിം. ഇതിനകത്ത് പ്ലെയേഴ്സ് കാറ്റഗറിയിലും ലെറ്ററിലും മാച്ച് ചെയ്യുന്ന ഒരു വേർഡ് ഉറക്കെ വിളിച്ചു പറയണം. അങ്ങനെ ആരാണോ കയ്യിലുള്ള ലെറ്റർ കാർഡ്സ് പെട്ടെന്ന് തീർക്കുന്നത് ആ പ്ലെയർ ആയിരിക്കും ഈ ഗെയിമിൽ വിജയി. ഇനി ഉടനെ തന്നെ ഗെയിം ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ലെറ്റ്സ് ഗോ. ലെറ്റർ കാർഡ്സ് നല്ലോണം ഷഫിൾ ചെയ്ത് ഓരോ പ്ലെയറിന് തുല്യമായിട്ട് വിതരണം ചെയ്യുക. പിന്നെയുള്ള 4 കാറ്റഗറി കാർഡ്സ് ആനിമൽ, കൾച്ചർ, തിങ്സ്, സയൻസ് എന്നിവ വേർതിരിച്ച് ഫേസ് വൺ ആയിട്ട് സെന്ററിൽ വെക്കണം. ഓരോ പ്ലെയറും അവരുടെ ലെറ്റർ ഡെക്കിൽ നിന്ന് 3 കാർഡ്സ് എടുത്തിട്ട് അത് ഫേസ് അപ്പ് ചെയ്ത് കയ്യിൽ വെക്കണം. ബാക്കി വരുന്ന കാർഡ്സ് ഡ്രോപ്പ് ആയിട്ട് ഫേസ് വൺ ആയിട്ടാണ് വെക്കേണ്ടത്. കളി ക്ലോക്ക് വൈസ് തുടങ്ങും. ഏറ്റവും ചെറിയ വയസ്സുള്ള പ്ലെയർ ഡൈ റോൾ ചെയ്ത് ഡൈൻ്റെ കളർ അനുസരിച്ച് അതിൻ്റെ കാറ്റഗറി ഡെക്കിൽ നിന്ന് മുകളിൽ ഒരു കാർഡ് എടുത്ത് അതിനെ ഫേസ് അപ്പ് ആയിട്ട് സെൻറ്ററിൽ വെക്കണം. ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് വെള്ള കളറാണ് കിട്ടുന്നതെങ്കിൽ മറ്റൊരു പ്ലെയറിനോട് കാറ്റഗറി തിരഞ്ഞെടുക്കാനായിട്ട് പറയണം. കറുപ്പാണെങ്കിൽ പ്ലെയറിന് ഏതെങ്കിലും കാറ്റഗറിയിൽ നിന്ന് കാർഡ് തിരഞ്ഞെടുക്കാം. എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. യങ്ങസ്റ്റ് പ്ലെയർ ആയ പ്ലെയർ 1 ഡൈ റോൾ ചെയ്ത് തിങ്സ് കാറ്റഗറിയിൽ നിന്ന് കാർഡ് എടുക്കുന്നു. കാർഡിൽ ഉള്ളത് പ്ലേസ് ഓഫ് വർക്ക് എന്നതാണ്. ടൈമർ ഉടനെ ഫ്ലിപ്പ് ചെയ്ത് എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള ലെറ്ററിൽ തുടങ്ങുന്നതും കാറ്റഗറിയിൽ അനുയോജ്യവുമായ ഉത്തരം പറഞ്ഞ് 3 ലെറ്റർ കാർഡുകളിൽ നിന്ന് കാർഡ്സ് കളിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കും. ഓരോ ലെറ്റർ കാർഡ്സ് കളിച്ചതിന് ശേഷം പുതിയ ലെറ്റർ കാർഡ്സ് ഡ്രോപ്പായിൽ നിന്ന് പ്ലെയേഴ്സ് എടുക്കണം. ഇങ്ങനെ എപ്പോഴും 3 കാർഡുകളായിരിക്കണം കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ടൈമർ തീരുന്നത് വരെ പ്ലെയേഴ്സ് ഇതുപോലെ ഉത്തരം തുടരും. സെയിം റൗണ്ടിൽ ഉത്തരം റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഉദാഹരണം, 2 ലെറ്റർ എ കാർഡ്സ് ഉണ്ടെങ്കിൽ പ്ലെയർ 2 വ്യത്യസ്ത ഉത്തരമാണ് നൽകേണ്ടത്. ടൈമർ അവസാനിച്ചതിന് ശേഷം അടുത്ത പ്ലെയർ ക്ലോക്ക് വൈസിൽ തന്നെ ഡൈ റോൾ ചെയ്ത് പുതിയ റൗണ്ട് തുടങ്ങും. ഈ ഗെയിമിൽ 3 പവർ കാർഡ്സ് ഉണ്ട്. കളിക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് പ്ലെയേഴ്സ് അവർക്ക് അനുകൂലമായിട്ട് കൂടുതൽ കാർഡ്സ് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് കഴിയും. കളി ഇങ്ങനെ തുടരുക. എന്നിട്ട് ഏത് പ്ലെയർ ആണോ കയ്യിലുള്ള എല്ലാ ലെറ്റർ കാർഡ്സും ആദ്യം തീർക്കുന്നത് ആ പ്ലെയർ ആയിരിക്കും ഈ ഗെയിമിലെ വിന്നർ. അപ്പോൾ ഇതാണ് സ്കിൽ മാട്രിക്സിൻ്റെ റാപ്പിഡ് റംബിൾ എന്ന് പറയുന്ന ഗെയിം. ഇതെന്ന് പറഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും കളിക്കാൻ പറ്റും. കാരണം കാറ്റഗറി ലെറ്റർ ഓരോ സമയത്തും മാറുന്നത് കൊണ്ട് ആൻസേഴ്സും അതിനനുസരിച്ച് വേറെ വേറെ ആയിട്ടായിരിക്കും വരുന്നത്. കൂടാതെ ചെറിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് ക്യാരി ചെയ്യാനും പറ്റും. ഫാമിലി ഫ്രണ്ട്സിനോട് കളിക്കാനും പറ്റും. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷോ സം ലവ് ത്രൂ ലൈക്കിംഗ്, ഷെയറിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ഫോർ മോർ ഫൺ ഗെയിംസ്. ഹാപ്പി ഗെയിമിംഗ് ഫോക്സ്. ഗുഡ് ബൈ.